മാന്നാറിന്റെ തനതായ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുകയും ടൂറിസവുമായി ബന്ധിപ്പിച്ച് വികസിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത മാന്നാർ പൈതൃക ഗ്രാമം പദ്ധതി പേപ്പറുകളിൽ മാത്രം അവസാനിച്ചതോടെ അന്യം നിന്നു പോകുന്നത് ലോകമറിയുന്ന വെങ്കലനാടിന്റെ പെരുമ കൂടിയാണ്. ഭരണകൂടങ്ങൾ തിരിഞ്ഞു നോക്കാതെ വന്നതോടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ആലപ്പുഴ മാന്നാറിലെ ഓട്ടുപാത്ര നിർമ്മാണ മേഖല ഇന്ന് ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ്. മാന്നാറിന്റെ വെങ്കലപ്പെരുമ ലോക പ്രശസ്തിയിലേക്ക് എത്തിക്കാൻ പ്രദേശത്തെ പരമ്പരാഗത ഓട്ടുപാത്ര നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന സമൂഹം വഹിച്ച പങ്ക് ചെറുതല്ല. ക്ഷേത്ര നിർമ്മാണം, വിഗ്രഹ നിർമ്മാണം, കരകൗശല വസ്തുക്കൾ, പള്ളിമണികൾ, ഉരുളികൾ, ഭീമൻ വാർപ്പുകൾ, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കേന്ദ്രമായിരുന്ന മാന്നാറും ആയിരക്കണക്കിന് തൊഴിലാളികളും അവരെ ആശ്രയിച്ചിരുന്ന വ്യവസായ മേഖലയും ഒരു കാലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുതൽക്കൂട്ടായിരുന്നു. എന്നാൽ അർഹിച്ച പരിഗണന ലഭിക്കാതെ വന്നതോടെ ഈ മേഖലയാകെ തകർന്നു. മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന മൂലം ഈ മേഖല അന്യം നിന്നു പോകുന്ന അവസ്ഥയാണ്. ഗ്രാമത്തിൻ്റെ പദ്ധതിയിൽ ഇതിന് എന്തൊക്കെ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റും പിന്നെ അതുപോലെ മെഷീനറീസും ഒക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങളെ വിളിച്ചെല്ലാം സംസാരിച്ചിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആയില്ല. അതൊന്നും വന്നിരുന്നെങ്കിൽ ഈ മേഖല ഒന്നുകൂടെ ഒന്ന് ഇതായേനെ. ഇതിപ്പോൾ ഓരോ പ്രാവശ്യം, അതായത് ഓരോ വർഷങ്ങളും ചെല്ലുന്തോറും ഇത് ഈ എന്താ പറയുക, ഇതിന് ആൾക്കാരിങ്ങനെ ഇതിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് ആരും വരുന്നില്ല. പഴയ ആൾക്കാരെല്ലാം ഉള്ളവരൊക്കെ കുറേ ആൾക്കാർ ഇപ്പം മരിച്ചുപോയി. ഇനി കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അറിയാവുന്നവർ. ഇതിൽ നിന്നൊന്നും അങ്ങോട്ട് വേറെ ആളുകളിലോട്ട്, പുതിയ ആൾക്കാരിലോട്ട് ഇതൊന്നും എത്തിപ്പെടുന്നില്ല. കാരണം ആൾക്കാർക്കൊന്നും ഇതിനകത്തോട്ട് വലിയ താല്പര്യം വരുന്നില്ല. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കാരണം ഇതിന് അതിൻ്റെ രീതിയിൽ ഈ പൈതൃക ഗ്രാമം വന്നിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക്, എന്താ പറയുക, ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാകുകയും നമുക്ക് ഇവിടെ തന്നെ നമ്മൾ മാന്നാറിനൊന്നും കൂടി ഒരു പഴയ അതിനെ ഒന്നുകൂടെ പ്രൗഢിയായിട്ട് കൊണ്ടുപോകാനും പറ്റിയിരുന്നേനെ. നൂറുകണക്കിന് പരമ്പരാഗത ആലകളും പാരമ്പര്യ തൊഴിലാളികളെ ആശ്രയിച്ചുകൊണ്ട് നിരവധി ചെറുകിട നിർമ്മാണ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന മാന്നാറിൽ അവയെല്ലാം ഇന്ന് വിരലിലെണ്ണാവുന്നവ മാത്രമായി ചുരുങ്ങി. നിർമ്മാണ ചെലവേറിയതും കഠിനാധ്വാനം ആവശ്യമായ ഈ മേഖലയെ പുതുതലമുറ കൈവിട്ടതും മാന്നാറിലെ ഓട്ടുപാത്ര നിർമ്മാണ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി. അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവും അന്യസംസ്ഥാനത്തു നിന്നുള്ള ഓട്ടുപാത്രങ്ങളുടെ കടന്നുകയറ്റവും മേഖലയെ നിർജ്ജീവമാക്കി. ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ പരമ്പരാഗത നിർമ്മാണ രീതിയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് സർക്കാരുകളുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്നാൽ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് ഇവർ പിൻവലിയുന്നതോടെ നശിക്കുന്നതാകട്ടെ പൈതൃക സമ്പത്തെന്ന അഭിമാനത്തോടെ മലയാളികൾ പറഞ്ഞു പോന്നിരുന്ന പകരം വെക്കാനില്ലാത്ത ഇന്നലകളെയും. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ മേഖലയിലെ തൊഴിലാളികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. ഒരുപാട് കഷ്ടങ്ങളാണ്. അത് ഉദ്യോഗസ്ഥന്മാർ വന്നാലും പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ചൊക്കെ അവരങ്ങ് പോകുന്നു. പക്ഷേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല. ഇത് എന്തുമാത്രം പുരോഗമനിക്കുന്നുണ്ട്. ഈ മാന്നാറിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പിന്നെ കരകൗശല തൊഴിൽ നടക്കുന്നത് മാന്നാറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾ ഞങ്ങളെ പോലുള്ള സാധാരണ കുട്ടികളാരും അടുക്കുന്നില്ല വർക്കിലേക്ക്. കാരണം സാമ്പത്തികരാജ എല്ലാവരും വേറെ മേഖലയെ തേടി പോകുന്നു. വർക്കിൽ ഇപ്പോൾ നിൽക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമല്ല. സാമ്പത്തികമാണ് ഏറ്റവും വലിയ വിഷയം. സാമ്പത്തികമായിട്ട് ഉന്നതി ഇല്ലെത്തത്തില്ല. കാരണം നിസ്സാരമായിട്ട് കിട്ടുക. പിന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർക്കില്ല, ചെളിയെടുക്കാൻ ബുദ്ധിമുട്ട്, വാക്സ് കിട്ടുന്നില്ല, പിന്നെ കരി, ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. കരി കിട്ടാത്തത്, ലൈസൻസ് കിട്ടണം ഞങ്ങൾക്ക്. ഒന്നുമില്ലെങ്കിൽ മെഴുകെടുക്കാനും പിന്നെ കരിയെ, പിന്നെ ഇങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. ഇതൊക്കെ ഭയങ്കര വിലയായി തുടങ്ങി. അത് ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് കിട്ടിയ വലിയ ഉപകാരമാണ്. സർക്കാർ ഇവിടെ വരിക, എന്തെങ്കിലും ഒരു സമയമാകുമ്പോൾ ഓടി വരും, അത് ചെയ്തു തരാം, ഇത് ചെയ്യാം. പിന്നീട് ഇവർ ആരും കാണുന്നുമില്ല, പിടിക്കുന്നില്ല, ഒന്നുമില്ല. ഒരുപാട് തൊഴിലാളികൾ വേറെ തൊഴിൽ മാർഗം സ്വീകരിച്ച് പോയി. അങ്ങനെ ആയപ്പോഴത്തേക്കും ഒരുപാട് കുടുംബങ്ങൾ ഇവിടുന്ന് വിറ്റൊഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക്, വിദൂര ദേശത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ പൈതൃകമെന്ന്, മാന്നാറിൻ്റെ ശരിക്കുള്ള പൈതൃകം എന്ന് പറയുന്നത് വെങ്കല പാത്ര നിർമ്മാണം തന്നെയാണ്. ഇതിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇനിയിപ്പോൾ തൊഴിലാളിയെ സംഘടിപ്പിക്കാൻ തൊഴിലാളികളില്ല. കുറച്ച് അപൂർവ നാമമാത്രമായ തൊഴിലാളികൾ മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളൂ. റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ അജയ് നൽകും. അജയ്, ഈ മേഖല നശിക്കുന്നതോടെ നമ്മുടെ സംസ്കാരം കൂടിയാണ് നശിക്കുന്നത്. അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യവുമാണല്ലോ അജയ്. കെ രാമേന്ദ്രൻ നായർ MLA ആയിരുന്ന ഘട്ടത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതിനുശേഷം മന്ത്രി സജി ചെറിയാൻ
35 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് പിൽഗ്രിം ടൂറിസം ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കാകെ തന്നെ ഗുണകരമാകുന്ന തരത്തിലേക്ക് ഈ പദ്ധതി അത്തരത്തിലേക്ക് വിഭാവനം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അത് കേവലമായി ഈ പേപ്പറുകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടപടിയും ഉണ്ടാകുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നടപടി എടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞിട്ടില്ല. ഈ പൈതൃക ഗ്രാമം പദ്ധതി പ്രാവർത്തികമാകുമായിരുന്നെങ്കിൽ നമ്മൾ ഈ ആളുകളുടെ പ്രതികരണങ്ങളെല്ലാം കണ്ട പോലെ തന്നെ ഇവരുടെ ആ ഒരു മേഖലയെ, ഈ പരമ്പരാഗത നിർമ്മാണ മേഖലയെ കൂടുതൽ കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഈ പദ്ധതി മാറുമായിരുന്നു. പക്ഷേ അത് ക്രിയാത്മകമായി ഫലപ്രദമാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ മേഖലയെ സംബന്ധിച്ചാണ്. പരമ്പരാഗതമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ ജോലിയിൽ മാത്രം ഒഴുകി നിൽക്കുന്ന ആളുകൾ ആ മേഖലയാകെ തന്നെ അന്യം നിന്ന് പോകുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറുന്നു എന്നുള്ളതാണ്. പുതുതലമുറ മറ്റ് ജോലികൾ തേടി പോകുന്നു. ഈ നമ്മുടെ ചരിത്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ എല്ലാം കൂടി ഭാഗമായിട്ടുള്ള ഈ മാന്നാർ പ്രദേശത്തെ ഈ പരമ്പരാഗത തൊഴിലാളികൾ, ഈ നിർമ്മാണ രംഗത്തെ തൊഴിലാളികളെല്ലാം തന്നെ മറ്റു തൊഴിൽ തേടി പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു അവശേഷിപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ഒരു മേഖലയെ, ഈ ഓട്ടുപാത്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, പരമ്പരാഗത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ തൊഴിലാളി സമൂഹത്തെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് നമ്മുടെ സംസ്കാരത്തെ കൂടി ചേർത്ത് വെക്കപ്പെടുന്ന ഒരു ഇടപെടലാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ഇടപെടണം എന്നാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്.